പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ പിതാവ് മരിച്ചു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ബന്ധിച്ച് നിലവിലെ സാഹചര്യം കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. അതിരപ്പള്ളി വെച്ചിലപ്പാറയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ഭീതിയിൽ പ്രദേശവാസികൾ. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,130 രൂപ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസിലെ കണ്ടക്ടർ ക്രൂരമായി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാനന്തവാടി സ്വദേശിയാണ് കത്തയച്ചതെന്ന് പോലീസ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തി കോൺഗ്രസ്. പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാനതല പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിൽ അതീവ ഗൌരവത്തിൽ കൊണ്ടുവരുമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സ്വകാര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സമര സദസ്സിൽ വെച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ സ്വർണമാല മർദ്ദനത്തിനിടയായ സുജിത്തിന് സമ്മാനിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അത് ആവശ്യപ്പെടുന്ന പ്രതിഷേധ സംഘവുമാണിത്. അത് മാത്രം പോരാ, ഇവർ ചെയ്ത ക്രിമിനൽ കുറ്റം. പോലീസ് സ്റ്റേഷനുകൾ CPM ഓഫീസുകളായി മാറിയെന്ന് DCC സെക്രട്ടറി അനിൽ പുളിക്കൽ അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് നേരെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടും കോൺഗ്രസ് വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, തൈക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് നേതാക്കളായ സിജു പാവറട്ടി, AT സ്റ്റീഫൻ, BB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരാണ്. CCTV ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചൂരൽ കൊണ്ട് കാലിനടിയിൽ 15 പ്രാവശ്യം അടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി ചാടിപ്പിക്കുക. കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ള കോൺഗ്രസുകാരനാണ്, രാഷ്ട്രീയക്കാരനാണ്. സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സമരം ചെയ്തതെന്നും സ്ത്രീകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കുകയാണെന്നും മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സൌത്ത്, നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, DCC സെക്രട്ടറി ഉസ്മാൻ ഖാൻ, രവി താണിക്കൽ, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശീഷ്, സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പുലിക്കോട്ടിൽ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടോം ആന്റണി, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. SI ആണ് ഇടിച്ചതെങ്കിൽ ഉടനെ നടപടി എടുത്തു കഴിഞ്ഞാൽ അയാളെ നടപടി ശിക്ഷിക്കേണ്ടി വരും.
എന്നാൽ CI ആണെങ്കിലോ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വരും. അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിരുന്ന കോൺഗ്രസ്സുകാർ 2 കൊല്ലം മിണ്ടാണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്ത് മിണ്ടിയാലും എന്ത് പ്രതിഷേധിച്ചാലും ആരെ ഇടപെടിച്ചാലും എടുത്തിരിക്കുന്നു നോക്കൂ. പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ MLA, PC വിഷ്ണുനാഥ് MLA എന്നിവർ സന്ദർശിച്ചു. സുജിത്തിന് നീതി കിട്ടാൻ ആവശ്യമായ നിയമ നടപടികൾക്ക് പാർട്ടിയുടെ സഹായമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട് എന്നിവരുമുണ്ടായിരുന്നു. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ സംഘർഷത്തിൽ പിതാവ് മർദ്ദനമേറ്റ് മരിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. ആറ്റപ്പാടം കരിയാട്ടിൽ 62 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. മകൻ ക്രിസ്റ്റിയെ ചാലക്കുടി DYSP PC ബിജു കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന ജോയിയുടെ മരണം എങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിവാഹിതനായ ക്രിസ്റ്റിയും പിതാവ് ജോളിയും സ്ഥിരമായി വീട്ടിൽ മദ്യപിക്കാറുണ്ടെന്നും പറയുന്നു. ടൈൽസ് ജോലിക്കാരനായ ക്രിസ്റ്റി ചൊവ്വാഴ്ച രാത്രി മദ്യപിച്ചാണ് വീട്ടിലെത്തിയത്. വീണ്ടും പുറത്തുപോയി മദ്യം വാങ്ങി ഇരുവരും കുടിച്ചു. തുടർന്നാണ് പരസ്പരം വാക്കേറ്റമുണ്ടായത്. അർദ്ധരാത്രിയാണ് പിതാവ് അബോധാവസ്ഥയിൽ കിടക്കുന്നുവെന്ന് ക്രിസ്റ്റി തന്നെയാണ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചു പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഓൺലൈനിലൂടെയാണ് ഹാജരായത്. അതേസമയം ടോൾ പിരിക്കുന്നതിനുള്ള സ്റ്റേ ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ചിലയിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഗതാഗതക്കുരുക്കും യാത്രാദുരിതവും പൂർണ്ണമായി മാറ്റാൻ കരാർ കമ്പനിക്കായിട്ടില്ല. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതില് തകർത്തു. കാർഷിക വിളകൾ നശിപ്പിച്ചു. ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ സമീപത്തെ ഹോം സ്റ്റേയിൽ നിന്ന് പുലർച്ചെയായിരുന്നു ആനയുടെ ആക്രമണം. മതിൽ തകർത്ത് അകത്തുകടന്ന കാട്ടാന പറമ്പിലെ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. 1 മാസക്കാലമായി പ്രദേശത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. ഇന്നലെ പവന് 1000 രൂപ വർദ്ധിച്ചിരുന്നു. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,130 രൂപയാണ്. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഇതുവരെ സ്വർണത്തിന് വർദ്ധിച്ചത് 21,040 രൂപയാണ്. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി ഗുരുസദനം വീട്ടിൽ രവീന്ദ്രന്റെ മകൻ രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കൃഷ്ണരാജ് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മണ്ണുത്തി സ്വദേശി മുഹമ്മദ് സാലിഖ് ആണ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ് അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിലെത്തിയ സമയത്താണ് KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. റോഡ് ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സ്വാലിക് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ബസ് കണ്ടക്ടർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ബസ് കണ്ടക്ടറുടെ 2 പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാവോയിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് മാനന്തവാടി സ്വദേശിയാണ് ഭീഷണി കത്ത് അയച്ചത്. രാധാകൃഷ്ണൻ മാവോയിസ്റ്റ് ചീഫ് കേരള എന്ന പേരിലാണ് കത്ത് ലഭിച്ചത്. സമാന രീതിയിൽ മുൻപും കത്തുകൾ അയച്ചിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ. നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമില്ല. മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനായി ഹാജരായപ്പോഴാണ് തൃക്കാക്കര പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ ചോദ്യം ചെയ്തത്. കേസിൽ വേടനെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഇടവേള.
ഗോപോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. നേപ്പാളിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുവാൻ ശ്രമം തുടരുന്നു. എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ്, സിദ്ധാർത്ഥൻ, വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഡിബറ്റിലെ ഹോട്ടലിൽ തങ്ങുന്നത്. ഇവർ ഉൾപ്പെടെയുള്ള 100 പേർ അടങ്ങുന്ന സംഘം 10 ദിവസം മുൻപാണ് നേപ്പാളിലെത്തിയത്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മുണ്ടൂർ 7-ാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിൽ ഇടിച്ചു മറിഞ്ഞ് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വർഗീസ് ചൊവ്വന്നൂരിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപനം നടത്തിയത്. ചൊവ്വന്നൂർ സ്വദേശി സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരായുള്ള നിയമ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നത് വർഗീസ് ചൊവ്വന്നൂരായിരുന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ അസോസിയേഷൻ ഓഫ് സെലക്ഷൻ കോപ്പറേറ്റേഴ്സിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിക്കും. 21-ാം നൂറ്റാണ്ടിലെ അധ്യാപകരുടെ ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശനിയാഴ്ച മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ നടക്കുന്ന ഏകദിന സെമിനാർ ടീച്ചേഴ്സ് കോൺക്ലേവ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മാർ ബോസ്കോ പുത്തൂർ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ സിറിൽ ജോൺ എടമന, കോർഡിനേറ്റർ ദേവസി കൊക്കൻ, ജനറൽ കൺവീനർ KT ഡേവിസ്, സെക്രട്ടറി ജോസ് പുതുക്കാടൻ, ജോയിന്റ് കൺവീനർ ജോമോൻ ചെറുശ്ശേരി എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ സർവീസ് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം തടഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രതയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേ പെച്ചൻ ജോസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV രമണൻ, AA മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാട്ടിലെ ജനാധിപത്യ ആയിക്കൊണ്ട് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവസരത്തിന് സ്നേഹപൂർവ്വം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രമണചേട്ടൻ, KSU മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോയതിനു ശേഷം എടത്തിരുത്തി കുട്ടമംഗലത്ത് യുവാവിനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കുനിശ്ശേരി സ്വദേശി 33 വയസ്സുള്ള സജിത് കൃഷ്ണയാണ് മരിച്ചത്. മൃതദേഹം അഴുകിയ നിലയിലാണ്. മുറിയകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പ്രദേശത്ത് ദുർഗന്ധം പരന്നതിനെ തുടർന്ന് പരിസരവാസികൾ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. പരസ്യ കമ്പനിയിലെ തൊഴിലാളിയാണ് സജിത് കൃഷ്ണ. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സൗഹൃദം സെന്റർ നടത്തിയ ഓണാഘോഷം നടൻ N നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഡയറക്ടർ പ്രൊഫഷണൽ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ കുറ്റിപ്പുഴ രവി, KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, KH സിദ്ദിഖ്, VK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
എളവള്ളി വാഘ കുന്നത്തുള്ളി ക്ഷേത്രം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്തതാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡിൽ ഗതാഗത തടസ്സമായി നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം പറയുക എന്താണ് ഇതിന്റെ ഉദ്ഘാടന പഞ്ചായത്തുകളേക്കാൾ അപ്പുറത്തേക്ക് ചന്ദ്രശേഖരൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡിൽ ടൈൽ വിരിച്ച് നവീകരിച്ച വെള്ളാപ്പിള്ളി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കരാറുകാരനായി ഉണ്ടായ നിയമപ്രശ്നങ്ങളെ തുടർന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാലതാമസം നേരിട്ടിരുന്നു. വാർഡ് കൌൺസിലർ CS സുമേഷ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സച്ചിദാനന്ദൻ, ശാന്തി, സാബു, രഘു, ഷീബ, അജയൻ എന്നിവർ സംസാരിച്ചു. സന്തോഷം പങ്കിടാം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡായിട്ടുള്ള 4ാമത്തെ നമ്പറിലുള്ള വാർഡിൽ നമ്മൾ കരിശാങ്കുളം പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് 2022-23 കാലഘട്ടങ്ങളിലുള്ള ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഏകദേശം 8 ലക്ഷം രൂപയോളം സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ വർക്ക് വയ്ക്കുകയുണ്ടായി. കാലക്രമേണ അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സൊസൈറ്റി ആയിട്ടുള്ള മാറ്റത്തൂർ സൊസൈറ്റി എടുക്കുകയും പൊയ്യ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിൽ യോഗ ഹാൾ തുറന്നു. ഹാളിന്റെ ഉദ്ഘാടനം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് നിർവഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ ജോളി സജീവ്, AS വിജീഷ്, NAM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS അഞ്ജു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ പിതാവ് മരിച്ചു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ബന്ധിച്ച് നിലവിലെ സാഹചര്യം കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. അതിരപ്പള്ളി ബീച്ചിലെപ്പാറയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ഭീതിയിൽ പ്രദേശവാസികൾ. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,130 രൂപ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമായി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാനന്തവാടി സ്വദേശിയാണ് കത്തയച്ചതെന്ന് പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.